ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളാണുള്ളത്. സംസ്ഥാന പാർട്ടികൾ 57. അതേസമയം രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ 2500 ചില്ലുവാനുണ്ട്. അപ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതുണ്ടോ? അതോ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രാഷ്ട്രീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു തത്വമുണ്ട്. അപ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളെ ഒരു മുന്നണി സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വൈവിധ്യത്തെ കൊണ്ടുവരുന്നില്ലേ? അതിന് തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം? നമ്മുടെ രാജ്യത്തെ മുന്നണി സംവിധാനം ലോക മാതൃകയാണ്. സത്യത്തിൽ കേരളത്തിൽ ശ്രീ അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ 1971 മുതൽ 70 മുതൽ 77 വരെയുള്ള ഗവൺമെൻറ്റാണ് കൂട്ടുമുന്നണി മന്ത്രിസഭയും ഗവൺമെൻറ്റും കാര്യക്ഷമതയോടും ഫലപ്രദമായി നടപ്പാക്കാമെന്ന് തെളിയിച്ചത്. ഏകകക്ഷി ഭരണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളുണ്ട്. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥിതി പരിശോധിച്ചാൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ നിന്ന് ആ ഗവൺമെൻറ് നടപ്പാക്കിയ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ്, മൻരേഗ ഉൾപ്പെടെയുള്ളവ, അതുപോലെ തുടർന്ന് വിവരാവകാശ നിയമം അടക്കമുള്ള ജനാധിപത്യ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയവും പാർട്ടികളുടെ ബാഹുല്യവും ഒരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പ്രതികൂലമായി വന്നിട്ടില്ല. ഏകകക്ഷി ഭരണം നടന്നതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട നിലയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതാണൊരു പ്രശ്നം. 2, ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയാതെ പോയൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും സുപ്രധാനമായ ഒരു നിയമനിർമ്മാണം, കാരണം സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ, അവരുമായി ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 52ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് കൂറുമാറ്റ നിരോധന ബിൽ പാർലമെന്റ് പാസാക്കി 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ അംഗീകാരം വാങ്ങിയില്ല. പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. ഇത് വേണ്ട, 368 അനുസരിച്ച് ഇതിന് വേണ്ട, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ 93-ൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, സംസ്ഥാനങ്ങളെ ബന്ധിക്കുന്ന സംസ്ഥാന നിയമസഭാംഗങ്ങളെ കൂടി ബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ അവരെ കൂടി കൂറുമാറ്റ നിരോധന നിയമം ബാധിക്കുമെന്നതിനാൽ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം, പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ലഭ്യമാക്കാത്തതിൻ്റെ പേരിൽ ആ 52ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ 2 ഖണ്ഡികകൾ എടുത്തുകളഞ്ഞു. സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തി. ഇവിടെയാണെങ്കിൽ വളരെ പ്രധാനമല്ലേ, സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പോലും 5 വർഷം എന്നുള്ളത് 2 or 3 വർഷമായി പരിമിതപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളുടെ അഭിപ്രായം പോലും സ്വീകരിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഫെഡറൽ ജനാധിപത്യ സംവിധാനമാണ് കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്?